നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തർ സംസ്ഥാന ജലപാതയ്ക്ക് സമീപമോ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് പോലെ ഏതെങ്കിലും തുരുത്തിന് സമീപത്തോ അല്ല. ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലയിലും എല്ലാം പെയ്തത്. ആ മഴ കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ ഇങ്ങനെയായി മാറുകയാണ്. ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല, പക്ഷേ ഇപ്പോൾ ആ പ്രശ്നം ഗുരുതരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വഴികളിൽ ഇപ്പോൾ മണിക്കൂറുകളായി മഴ മാറി നിൽക്കുകയാണ്. രാത്രിയിൽ പെയ്ത മഴയാണ്, പക്ഷേ അതിനുശേഷവും ഈ വെള്ളക്കെട്ട് ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ കാണുന്ന ഈ ബോർഡുണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം കാണുന്ന ബോർഡുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. ഇത് തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. സ്മാർട്ട് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ റോഡ് പണി ഇങ്ങനെ അനന്തമായി നീളുകയാണ്. അത് ഈ സ്മാർട്ട് റോഡ് പണിത് ഈ നാട്ടുകാർക്ക് നല്ലൊരു സൗകര്യം ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് അത് എങ്കിൽ കൂടി ആ പണി തീരും വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ ഇരിക്കുന്ന കടകളിലെല്ലാം ആളുകളുണ്ടായിരുന്നു, അതെല്ലാം അടച്ചുപോയ അവസ്ഥയാണ്. അവിടെ തുറന്നിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വല്ലോ ചങ്ങാടത്തിലോ വള്ളത്തിലോ ഒക്കെ വേണം സാധാരണ വരുന്ന ഒരാൾക്ക് നനയാതെ അവിടേക്ക് എത്തണമെങ്കിൽ എത്താൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ചേച്ചി നടന്നു വരുന്നത് പോലെ വെള്ളത്തിലൂടെ നടന്ന് വരേണ്ട അവസ്ഥയാണ്. അതിനാൽ തന്നെ ആളുകളാരും കടയിലേക്ക് വരുന്നില്ല. നമുക്ക് ഈ ദൃശ്യം അങ്ങ് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ഒരൊറ്റ പാലം ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒറ്റ കടകളും തുറക്കാത്ത അവസ്ഥയുണ്ട്. അവർക്ക് തുറന്നു വെച്ചാലും ഇവിടേക്ക് ആളുകൾ എത്തില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സ്വാഭാവികമായും അവർ തുറന്നിട്ടില്ല. ഇത് ഈ ഒരു വഴിയുടെ മാത്രം കാര്യമല്ല. സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന, അത് പൂർത്തിയാകാതെ കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലെയും പ്രശ്നം ഇതാണ്. മാത്രമല്ല ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൂടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരിടത്തും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ മാത്രമല്ല, വഞ്ചിയൂരത്തെ റോഡാണെങ്കിലും ശരി, അതോടൊപ്പം തന്നെ മറ്റ് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെ റോഡുകളൊക്കെ ആണെങ്കിലും ഇതിന് സമാനമായി തന്നെയുള്ള അവസ്ഥയിലാണ്. ഈ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ വെള്ളത്തിലൂടെയാണ്. ഇതിപ്പോൾ കുറേ അധികം സമയമായി മഴ പെയ്തിട്ട് അത്രയും സമയമായിട്ടും ഇത്രയും വെള്ളം മാത്രമേ ഇറങ്ങി പോകുന്നുള്ളൂ. ബാക്കി വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് പൂർണ്ണമായും വലിയണമെങ്കിൽ ഇനിയും ഒരുപാട് മണിക്കൂറുകൾ വേണ്ടിവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രയും സമയം ഇവിടുത്തെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇതിനപ്പുറം സ്ഥലത്തൊക്കെ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ അവസ്ഥയാണിത്. മറ്റ് പലയിടങ്ങളിലും ഇതുപോലെ തന്നെ പ്രശ്നം നേരിടുന്നുണ്ട്. വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. വീടുകളും ഒക്കെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് ഒരു തുരുത്തിലിരിക്കുന്നത് പോലെ ഇരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഒരു പാലം പോലും അവർക്ക് സ്വന്തം വീടുകളിലേക്ക് പോകുന്നതിനായി ഇട്ടുകൊടുത്തിട്ടില്ല. വെള്ളമില്ലാതിരുന്നപ്പോൾ അവർ കുഴിയിൽ ഇറങ്ങി വീട്ടിലേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ കയറി പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെള്ളം കൂടി കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ മാത്രമല്ല, ഇതുപോലത്തെ കുറേ പ്ലാസ്റ്റിക് വള്ളികൾ ഇങ്ങനെ വലിച്ച് പലയിടങ്ങളിലായി കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അതിലും ചില മുന്നറിയിപ്പുകളുണ്ട്. അവിടെ വലിയ കുഴി അവർ കാണാൻ കഴിയും. ഈ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുഴിയാണ്. ആരെങ്കിലും അബദ്ധത്തിൽ പോയി വീഴുണ്ടായെന്ന് കരുതി കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ വന്ന് അത് കെട്ടിപ്പോയതാണ്. അല്ല എങ്കിൽ അവിടെ ഒരു കുഴിയുണ്ട് എന്ന് പോലും അറിയില്ല. ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ പലയിടങ്ങളിലായി നഗരത്തിൻ്റെ വിവിധയിടങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ കുഴിയിലേക്ക് പോകാനും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായി. മാർച്ച് 23 കണക്കൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ഏപ്രിൽ ആദ്യവാരത്തോടെ പൂർണ്ണമായും പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമെന്ന്. എന്തായാലും തുറന്നു കൊടുത്തതാണോ ഇല്ലാത്തതാണോ എന്നറിയില്ല. ഇപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിന് സമാനമായി തന്നെയുള്ള പല റോഡുകളും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ നമുക്ക് കാണാനും കഴിയും. ഉടനെ ഒന്നും നിങ്ങൾ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഈ മഴ ഇങ്ങനെ ശക്തമായി പെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ പണി എന്തായാലും ഉടനെ ഒന്നും നടന്ന് അത് പൂർത്തീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഈ നാട്ടുകാർക്ക്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും നീന്തലൊക്കെ അറിയില്ല എങ്കിൽ അവർക്ക് നീന്തൽ പരിശീലനം കൂടി നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. കാരണം ഇനി വരാൻ പോകുന്നത് മഴക്കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇനി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ 10 ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.